കോതമ്പ് മണി നിലത്തു വീണു ചാകുന്നില്ല, എങ്കിൽ അത് തനിയേ ഇരിക്കുന്നു. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ബൈബിളിലെ ഈ വാക്കുകൾ കൊണ്ടാണ് ബ്രഹ്മഗിരിയിലെ കൊടുങ്കാറ്റ് എന്ന കഥ ആരംഭിക്കുന്നത്. ചുറ്റും മലനിരകളും കാടുകളും ഉള്ള ഒരു ഗ്രാമമാണ് ബ്രഹ്മഗിരി. അവിടെ ഒരു രാവിലെ പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നു. അത് കേട്ട് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ എല്ലാരെയും കുളിരണിയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അറിയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. കുറേ നാളുകള് ഇത് തന്നെ കേൾക്കുന്നതുകൊണ്ട് ആർക്കും വിശ്വാസം വന്നില്ല. പക്ഷെ എന്നാലും എല്ലാവരും അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നത് എല്ലാരും കൂടി ആഘോഷിച്ചു. നാട്ടിലെ മുഖ്യധാരയിലുള്ള കൃഷ്ണ മാഷും പൗലോസ് മാഷും എല്ലാവരും. പെട്ടെന്നാണ് സഖാവ് വരുന്നത്. ഏതോ കോള് കിട്ടിയ മട്ടാണ്. സഖാവിനും കൊടുത്തു മധുരം. മധുരം കഴിച്ചുകൊണ്ട് സഖാവ് അടുത്തു നിന്ന ചെറിയാച്ചന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഹോ, ചെറിയാച്ചൻ ആശ്ചര്യം അണപൊട്ടി. ഇതിന്റെ അടുത്ത ഭാഗം നെക്സ്റ്റ് പാർട്ടിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.